ഈ കണ്ട സാധനം സെപ്റ്റംബർ 1-ാം തീയതി ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ പാർട്ടിയുടെ സമരഭടന്മാർ പങ്കെടുക്കുന്ന ഒരു പ്രതിഷേധ സംഗമം നടക്കുകയാണ്. ആ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് നിന്നും സഖാക്കൾക്ക് ഡൽഹിയിലെത്തുന്നതിന് വേണ്ടി മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഒരു ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നു. 22 ബോഗികളുള്ള ഒരു ട്രെയിനിൽ 1500-ലധികം സഖാക്കൾ പങ്കെടുക്കുന്നതിന് പാർട്ടി സംസ്ഥാന ഘടകം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി ട്രെയിനിന്റെ തുകയായ 10 ലക്ഷം രൂപ അഡ്വാൻസായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പാർട്ടിയെ അറിയിക്കാതെ ബുക്ക് ചെയ്ത ട്രെയിൻ റദ്ദു ചെയ്തിരുന്ന ഒരു വാർത്തയാണ് ഇന്നലെ അറിയാൻ കഴിഞ്ഞത്. അറിയിച്ചിരുന്നില്ല. എന്തിനു വേണ്ടിയാണ് കേരളത്തിലെ CPI ഇങ്ങനെ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ ഇന്ത്യ രാജ്യത്ത് 2014 മുതൽ അധികാരത്തിലുള്ള നരേന്ദ്രമോദിയുടെ സർക്കാർ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ഏറ്റവും വലിയ തൊഴിൽദാതാവാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. ഈ ഇന്ത്യൻ റെയിൽവേയിൽ വിവിധ തസ്തികകളിലായി ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളുണ്ട്. അവിടെ ഒന്നും തന്നെ സ്ഥിരം തൊഴിലിന് ആളെ നിയമിക്കാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അവിടെയെല്ലാം കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്ന ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകുകയാണ് ഈ കേന്ദ്ര സർക്കാർ. ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരായി പ്രതിഷേധിക്കാൻ പതിനായിരക്കണക്കായ ബഹുജനങ്ങൾ ഡൽഹിയിൽ സെപ്റ്റംബർ 1-ാം തീയതി എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കിയ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ഇടപെട്ട റെയിൽവേ മന്ത്രാലയം റെയിൽവേ മന്ത്രി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം റെയിൽവേ ബോർഡിനോട് CPI ബുക്ക് ചെയ്ത എല്ലാ ട്രെയിനുകളും ക്യാൻസൽ ചെയ്യാൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ നിന്നൊരു ട്രെയിൻ, കർണാടകത്തിൽ ഒരു ട്രെയിൻ, തമിഴ്നാട്ടിൽ 2 ട്രെയിൻ വെച്ചുകൊണ്ട് സെപ്റ്റംബർ മാസം 1-ാം തീയതി ഇന്ത്യൻ പാർലമെന്റിന്റെ മുമ്പിലുള്ള രാംലീല മൈതാനിയിലേക്ക് ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും കുടുംബങ്ങളും അണിചേരുന്ന മാർച്ച് നടത്താൻ പോവുകയായിരുന്നു. അതിന്റെ ഭാഗമായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിവിധങ്ങളായ പ്രചരണ പ്രവർത്തനങ്ങൾ ഇതിനകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ ഈ പരിസരങ്ങളിലൊക്കെ പഞ്ചായത്ത് തല ജാഥകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നേരത്തെ പാർട്ടി തീരുമാനിച്ചത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രം പങ്കെടുത്താൽ മതി എന്നാണെങ്കിൽ പോലും പിന്നീട് ചർച്ചയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പങ്കാളിത്തത്തോടെ ആയിരിക്കണം ഈ പ്രക്ഷോഭണം എന്ന് തീരുമാനിച്ചപ്പോൾ കേരളവും അതിൽ പങ്കുചേരാൻ തീരുമാനിച്ചു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിന് മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഒരു പ്രത്യേക വണ്ടികൾ ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും ഉചിതം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവെ അങ്ങനെ കൊടുക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്
റെയിൽവേ ബോർഡിന് കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ അനുമതി നൽകിയത്. അനുമതി നൽകി അഡ്വാൻസായി 9 ലക്ഷം നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ 10 ലക്ഷം കൊടുത്തു. ആ 10 ലക്ഷമാണ് പൊടുന്നനെ മറ്റ് വിവരങ്ങളൊന്നും അറിയിക്കാതെ റെയിൽവേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി അക്കൗണ്ടിലേക്ക് തിരിച്ചു തന്നിട്ടുള്ളത്. സമരത്തെ ഭയപ്പെടുന്നു, ഇന്ത്യൻ പാർലമെന്റിന് ഭയപ്പെടുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പാർലമെന്റിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുന്നില്ല. രാജ്യത്ത് വിവിധങ്ങളായ മേഖലകളിൽ പ്രത്യേകിച്ച് 8 മുദ്രാവാക്യങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്, രക്ഷിതാക്കൾ ആശങ്കയിലാണ്. വിവിധ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തിയ വിവിധങ്ങളായ സ്ഥാപനങ്ങളെയാണ് ആൻസർ പേപ്പർ ഉത്തരക്കടലാസുകൾ നോക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അത് നീറ്റ് പരീക്ഷ മുതൽ എല്ലാ പരീക്ഷകളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. CBSE പരീക്ഷയും നടത്തുന്നത് ഇത്തരം ചില ഏജൻസികളാണ്. അവർ വിവിധ സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ ബ്ലാക്ക് ഔട്ട് ചെയ്തതാണ്. പക്ഷെ അവരെയാണ് ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ളത്. നേരത്തെ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ എന്ന നിലക്ക് ഈ പരീക്ഷകൾ നടത്തിയത് സംസ്ഥാനങ്ങളായിരുന്നു. പിന്നീട് അത് കേന്ദ്രം നടത്താൻ തീരുമാനിച്ചപ്പോഴാണ് 10-24 മക്കൾ ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് വന്ന് അതിനേക്കാളേറെ എത്രയോ കുട്ടികൾ ഇന്ന് അവരുടെ മാനസിക പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധങ്ങളായ ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. രക്ഷിതാക്കൾ അതിനേക്കാൾ ആശങ്കയിലാണ്. നമ്മുടെ നാട്ടിന്റെ ഭാവിയെയാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നത്. അതിന്റെ ഭാഗമായി പഠിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ജോലി കൂടി കിട്ടുകയില്ല എന്ന സാഹചര്യത്തിൽ വളരെ സെൻസിറ്റീവായാണ് നമ്മുടെ ചെറുപ്പക്കാർ നാട്ടിലുള്ളത്. പഠിച്ചാൽ തൊഴിൽ കിട്ടുകയില്ല, പഠിച്ചാൽ പരീക്ഷ എഴുതിയാൽ ജയിക്കില്ല എന്നൊരു തോന്നലിലേക്ക് വരികയാണ്. എല്ലാം അവർ തീരുമാനിക്കുന്നതനുസരിച്ച് നടക്കൂ എന്ന ധിക്കാരപരമായ സമീപനമാണ് എടുത്തത്. ഇന്ത്യൻ പാർലമെന്റിലെ ജനങ്ങളുടെ വികാരം അറിയിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പാർലമെന്റിനകത്ത് ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ കഴിഞ്ഞ 20-ാം തീയതി വിദ്യാർത്ഥികൾക്ക് നേരെ ഇതുവരെ കാണാത്ത തരത്തിൽ മക്കളെ അടിച്ചു ഒതുക്കുന്ന നില എല്ലാ സമീപനങ്ങളും അവർ നടത്തി. ആണി ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം, തോക്ക് ഉപയോഗിച്ചുകൊണ്ട് AK-47 ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ തുടങ്ങിയതൊക്കെയാണ് പോലീസ് കുട്ടികൾക്ക് നേരെ നടത്തിയത്. വളരെ സമാധാനപരമായിരുന്നല്ലോ അവർ ജാഥ നടത്തിയത്. ഇവിടെ ഇപ്പോ ജാഥ നടത്തി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? തടയുന്നു, അവിടെ നിൽക്കുന്നു. അതും അതേപോലെ തീരുമാനിച്ചപ്പോൾ വളരെ പിന്നിൽ നിന്നാണ് വിവിധ ഹീനമായ തരത്തിൽ പെൺകുട്ടികളോട് ഉൾപ്പെടെ പെരുമാറുന്ന നില വന്നിട്ടുള്ളത്. അതിനു മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൃഷിക്കാരുടെ സമരത്തെയും നേരിട്ടത് ഇങ്ങനെയാണ്. വിദ്യാർത്ഥി സമരത്തിന്റെ ഭാഗമായി അവിടെ നേരത്തെ പറഞ്ഞതോടൊപ്പം തന്നെ അവിടുത്തെ മെട്രോ സംവിധാനം തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെട്ടതിനു ശേഷമാണ് മെട്രോ ഓടിക്കുന്ന നില വന്നത്.